ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ RPF അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ RPF എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. RPF കോൺസ്റ്റബിൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്തവർക്കുള്ള എക്സാമിനേഷൻ ഡേറ്റുകൾ നിലവിൽ RPF പബ്ലിഷ് ചെയ്തിട്ടായിരുന്നു. അതായത് 2 മാർച്ച് 2024 മുതൽ 20 മാർച്ച് 2024 വരെയാണ് RPF കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുടെ എക്സാം സിറ്റി നിലവിൽ RPF പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എക്സാമിനേഷൻ എഴുതുന്നവർ എത്ര വേഗം നിങ്ങളുടെ എക്സാം സിറ്റി ചെക്ക് ചെയ്യുക. നിലവിൽ അഡ്മിറ്റ് കാർഡോ മറ്റു കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്നാണോ എക്സാം ഡേറ്റിന് 4 ദിവസത്തിന് മുന്നേ മാത്രമായിരിക്കും ലഭിക്കുകയുള്ളൂ. നിലവിലെ എക്സാം സിറ്റി മാത്രമായിരിക്കും ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ എത്ര വേഗം നിങ്ങളുടെ എക്സാം സിറ്റി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ കാണുക. വീഡിയോ ലിങ്കും അതുപോലെ തന്നെ ആർട്ടിക്കിളിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.